അല്ല, ആരെയും മമ്മീന്ന് വിളിച്ചത്? മമ്മീന്ന് വിളിച്ചല്ലേ സംസാരിച്ചത്? അതെ, സിറ്റിയില് ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അവരെയാ വിളിച്ചത്. അവരുമായിട്ട് എങ്ങനെയാ ബന്ധം? നമ്മൾ ഒരു ദിവസം എന്റെ വീട്ടിൽ കൂടുന്നു. ആയിക്കോട്ടെ. അല്ല, മാത്രമല്ല തന്റെ പ്രോജക്റ്റിന്റെ മൊത്തം കാര്യങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് വരണം. തന്റെ ഭാര്യയും കൃഷ്ണയും കൂടി ഇരുന്ന് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ, ഡൺ. അല്ല, ഭാര്യ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് കട്ടേക്കാം. ഷോ സാർ, വരും. അവിടെ ഇരുന്നു. ഗാഥ എവിടെ പോയി? നവീൻ സർ, ഗാഥമേടെ അവിടെ നിൽക്കുന്നത് കണ്ടു സർ. സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി. ശേ, ഇയാളുടെ ഒരു കാര്യം. സാർ, ഞാൻ നോക്കിട്ട് വരാം. സാറേ, സാറേ, സാർ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണം. എന്തുപറ്റി? കൃഷ്ണയ്ക്ക് നല്ല കാലുവേദനയാണെന്ന് പറഞ്ഞ് നല്ല കരച്ചില്ല. സാറിന് ചോദിച്ചു, അതാ ഞാൻ ഓടി വന്നത്. ഓ, അതുകൊണ്ടാണോ നവീനോട് സംസാരിക്കാണ്ടിരുന്നേ? അതെ സർ. സാറ് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ പ്രശ്നമാവും. ശരി, എനിക്ക് പറയാം, നമുക്കിപ്പോ തന്നെ പോവാം. എന്താ എന്താ സർ? അല്ല, ആ ദുബായിയുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എടാ ദുബായ്, ഞാൻ വീട്ടിലേക്ക് പോവാ. മോക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇനി ഇവിടെ ആരെങ്കിലും കൂടി നിൽക്കുന്ന കണ്ട എന്താണെന്ന് അടുത്ത് പോയി ചോദിക്കണം. അല്ലാതെ വഴക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കരുത്. താനായിട്ട് ഒരു ദിവസം കുളവാക്കി. സോറി സാറേ. എന്തോന്ന് സോറി? അല്ലത് എന്താടത്? അയ്യോ, എടുത്തു വെക്കണോ സാറേ? ക്ലിപ്പിട്ട് വെച്ചിരുന്ന. ക്ലിപ്പൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കേ. ഓ ശരി സാറേ, ഒരു ശ്രദ്ധ. ശരി. ദുബായ് മാമ, ഞാൻ ഇറങ്ങാം, അച്ഛൻ പോയി. നവീൻ, താനത് എവിടെ പോയി കിടക്കാറുണ്ട്? ഞാൻ ദേ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് വന്നപ്പോ നവീനെ കണ്ടില്ല. ശേ, താനെന്ത് പണിയാ കാണിച്ചത്? അനിയൻ സാർ തന്നെ പരിചയപ്പെടാൻ വന്നിട്ട് വീണ്ടും മിസ്സായി. വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് പോയി. ഇന്നത്തെ ദിവസം ഒട്ടും ശരിയല്ല. ഓക്കെ, കണക്ക് തീർത്ത് നമുക്ക് വേറൊരു ദിവസം വരാം. അന്ന് സാറിന്റെ വീട്ടിൽ ഒരു ദിവസം തങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം പരിഹരിക്കാം. നമുക്ക് പോയാലോ? എന്നാ കയറാം. പോയിട്ട് വാ, കാണാം. സാറിന്റെ കയ്യിൽ നിന്ന് ചെവി പൊട്ടുന്ന ചീത്ത കേട്ടു. എന്നാലും കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ ഈശ്വര, ഇതിന്റെ പേരില് ഇനി എന്തൊക്കെ കുഴപ്പങ്ങൾ വരുമെന്ന് കണ്ടറിയണം. അവിടെ സാറിന്റെ ചേച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ സാറിനും തോന്നും. ഇതെവിടെ ചെന്ന് നിൽക്കും മോളിക്കുട്ടി? എനിക്കറിഞ്ഞൂടാ ഇതെങ്ങോട്ടുള്ള പോക്കാണെന്ന്.
ഹലോ മോളെ. ഞാനിവിടെ കാലൊടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മമ്മിക്ക് മമ്മിയുടെ തീരുമാനങ്ങളൊക്കെ സുഖമായിട്ട് നടത്താൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മോളെന്താ അങ്ങനെ പറയുന്നേ? ഞാൻ ജീവിക്കുന്നത് തന്നെ നവീന്റെ ഭാര്യയായിട്ട് കഴിയാനാ. പക്ഷേ ഞാനിനി ആ സ്ഥാനത്തേക്ക് എത്തുന്ന മമ്മിക്ക് വിശ്വാസമുണ്ടോ? ഇല്ലത് പിന്നെ? ഹാ, അങ്ങനെയാണെങ്കിൽ കൃഷ്ണ നവീന്റെ അടുത്ത് എത്തിയത് എങ്ങനെയാ? മോളെ, മമ്മി എന്നോട് കള്ളം പറയാൻ ശ്രമിക്കണ്ട. നവീനും കൃഷ്ണയും ഒന്നിച്ച് ഇവിടെ വന്നിരുന്നു എന്റെ അടുത്ത്. മോളെന്താ പറയുന്നേ? സംശയം ഉണ്ടെങ്കിൽ മമ്മി അവളെ വിളിച്ച് ചോദിക്കും. നവീന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് മമ്മിക്ക് അറിയാലോ. ഇതാരുടെ തീരുമാനം മമ്മി? നവീനൊപ്പം അവിടെ നടക്കണമെന്നുള്ളത് ആരുടെ തീരുമാനാണെന്നാ ചോദിച്ചേ? മോളെ, അത് മമ്മി വാക്ക് പറഞ്ഞുകൊണ്ട്. എനിക്കൊന്നും കേക്കണ്ട. സത്യത്തിൽ ഞാനിപ്പോ മമ്മിയുടെ മകളാണോ അതോ ശത്രുവാണോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? മമ്മി പറ മമ്മി. മമ്മി എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന്? മമ്മി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറ. മമ്മി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഗാദി, സത്യവതിമാട് അവിടെ ഉണ്ട്, കേട്ടാ കുഴപ്പമാവും. മമ്മി, ഞാൻ മമ്മി പിന്നെ വിളിക്കാം. ഇവിടെ ആകെ പ്രശ്നം. ഹലോ മോളെ. അല്ല, ആരെയും മമ്മീന്ന് വിളിച്ചത്? മമ്മീന്ന് വിളിച്ചല്ലേ സംസാരിച്ചത്? അതെ, സിറ്റിയില് ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അവരെയാ വിളിച്ചത്. അവരുമായിട്ട് എങ്ങനെയാ ബന്ധം? പരിചയമുണ്ട്, അത്ര തന്നെ. കുറച്ചു മുൻപൊരു ഗസ്റ്റ് വന്നിരുന്നില്ലേ, നവീൻ? അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. നവീന്റെ ഭാര്യ കൃഷ്ണയെ പോലെ തന്നെയാ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ സാറിന്റെ ഭാര്യയെ ഞങ്ങളും കണ്ടതല്ലേ, സംസാരിച്ചതല്ലേ. ഇവർ തമ്മിൽ ഒരു സാമ്യവും ഇല്ല. അതെന്നോട് പറയണ്ട, ഞാൻ വ്യക്തമായി കണ്ടതാ. ഇതേ രൂപം തന്നെ അവക്കും. എന്തിനാ രൂപം മാത്രാക്കിയത്? ഞാൻ തന്നെയായിരുന്നു അതെന്ന് അങ്ങ് ഉറപ്പിക്കായിരുന്നില്ലേ?